ഇപ്പോഴിതാ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിൽ ഒരു കലാപത്തിനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീഷണിയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിലെ മരണവും കാരണം ഇന്ത്യയിലും സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് രാജ്യത്തുടനീളം ക്രമസമാധാനം നിലനിർത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉപദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇറാനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നടക്കുന്ന പ്രകടനങ്ങൾക്കെതിരെ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള ക്രമസമാധാന പാലനമാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് എല്ലാ ഷിയ പ്രീച്ചർമാരെയും ഇപ്പോൾ കർശനമായി നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഭവങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ക്രമസമാധാന പാലനം സർക്കാരിന്റെ മുൻഗണനയാണ്. പ്രകടനങ്ങളുടെ മറവിൽ ചില സാമൂഹിക വിരുദ്ധർ അന്തരീക്ഷം നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാമെന്ന് കത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രാദേശിക ഭരണകൂടത്തോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും ജാഗ്രത പാലിക്കാനും സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസ് സുരക്ഷ വിന്യസിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പിരിമുറുക്കം ഒഴിവാക്കാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകളോ കിംവദന്തികളോ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഖമേനിയുടെ മരണശേഷം ഇന്ത്യയുടെ പല ഭാഗത്തിലും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ പ്രത്യേകിച്ച് പല പ്രദേശങ്ങളിലും ആളുകൾ തെരുവിലിറങ്ങി. തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുകയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖമേനിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നിക്കുകയും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ആക്രമണം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയോ പൊതുസ്വത്ത് നശിപ്പിക്കുന്നവർക്കെതിരെയോ കർശന നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം രാജ്യത്ത് സമാധാനവും സാമുദായിക ഐക്യവും നിലനിർത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ജമ്മു കശ്മീരിൽ ഒരു വലിയ പ്രതിഷേധമാണ് ഖമേനിയുടെ മരണത്തെ തുടർന്നുണ്ടായത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക വിമർശനത്തിന് കാരണമായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. പഹൽഗാമിൽ 27 ഇന്ത്യക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ പ്രതിഷേധക്കാർ എവിടെ പോയി? എവിടെയോ കിടക്കുന്ന ഖമേനി എന്ന് പറയുന്ന തീവ്രവാദിയെ എന്തിനാണ് ഇവർ വെള്ളപൂശി അയാളുടെ മരണത്തിന് അനുശോചിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഉയർന്നു കേട്ടത്. പതിയെ പതിയെ ഈ പ്രതിഷേധം രാജ്യത്തെ പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണാനും സാധിച്ചത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ രാജ്യത്ത് മുഴുവനായി ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത, അതും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്ന ഈ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്ന. ന്യൂസ് ഡെസ്ക് മലയാളം.